ഉച്ചയായപ്പോൾ എണീച്ച് മേക്കപ്പ് എല്ലാം ഇട്ട് കഥമൊക്കെ അടിച്ച് നമ്മൾ പോകുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഇതാണ് ഹെറിറ്റേജ് ഫ്രം ഏഷ്യ 2025 ബാൻഡ്. അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോഴാണ് ഗൈസ് കാണുന്നത് അങ്ങ് ദൂരെയാണ് പരിപാടി എന്ന്. പിന്നെ നമ്മൾ അങ്ങ് ആ സൗണ്ട് കേൾക്കുന്നതിലേക്ക് പോയി. അവിടെ നോക്കുമ്പോൾ കുറേ സ്റ്റാളൊക്കെ ഉണ്ട്. ആ ദൂരെ കാണുന്ന കേട്ടോ ഹാരിസ് മ്യൂസിയം. അത് ഞങ്ങൾ ചെന്നതിന് ശേഷം ഇതുവരെ തുറന്നിട്ടില്ല. ഈ വർഷങ്ങളിൽ തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ കുറേ സ്റ്റാളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലും ഓരോന്നോരോന്നായി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഡാൻസ് തുടങ്ങി. വേഗം ഡാൻസ് കണ്ടു. പിന്നെയാണ് അവിടെ പല പല പരിപാടികൾ നടക്കുന്നത്. ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷൻസോ എന്തൊക്കെയോ, പടം വരയ്ക്കൽ, ഫ്രീ മസാജ് ഫ്രം ഇന്ത്യ. പിന്നെ നമ്മുടെ ഫുഡാണല്ലോ. പാനിപ്പൂരി നോക്കി കുറേ നേരം നിന്നിട്ട് പാനിപ്പൂരി ഒന്ന് ഓർഡർ ചെയ്തു. അത് നോക്കി അവരുണ്ടാക്കുന്നത് മേടിച്ച് അതിൽ അറ്റാക്ക് തുടങ്ങി. അത് കഴിച്ചു. വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നർത്തകർ അവർ വീഡിയോ എടുക്കുന്നത് നോക്കി നിന്നു. പിന്നെ എല്ലാ സ്റ്റാളിൻ്റെയും വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് അങ്ങോട്ട് നടന്ന് ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്. അങ്ങനെ അത് കുറേ നേരം കേട്ട് പിന്നെ ഈ ചേച്ചി കാര്യമായി എന്നെ ഒരു കലാരൂപം പഠിപ്പിച്ചു. എന്തോ ഒരു ആർട്ട്, ബട്ട് എനിക്ക് കാര്യമായി മനസ്സിലായൊന്നുമില്ല. ഇവൾ ബിസിയായിട്ട് നെയ്ത്താണ്. ഇത് ഞാൻ വരച്ച പടമാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ചോക്ലേറ്റ് കടയിലേക്ക് കയറി. ചോക്ലേറ്റൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇതെൻ്റെ പട്ടിഷമാണ് കേട്ടോ. ഇതൊന്നും വാങ്ങിക്കാനേ പോകുന്നില്ല. മിലിയ ചോക്ലേറ്റും പിടിച്ച് നിന്നു. അതുവഴി പോയി നമ്മളെല്ലാ ചോക്ലേറ്റും നോക്കി എടുത്ത് തിരിച്ച് വെച്ച്, ദുബായ് ചോക്ലേറ്റ് നോക്കി എല്ലാം തിരിച്ച് വെച്ച്. ഇത്രയും ചോക്ലേറ്റ് നമ്മൾ മേടിച്ചു. ഇത് നമുക്കൊന്നല്ല കേട്ടോ, നാട്ടിലോട്ട് പോകുമ്പോഴുള്ളതാണ്. ഇത്രയും ചോക്ലേറ്റ് മേടിച്ച് പാവം കുട്ടി ടയേർഡായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഡാൻസ് തുടങ്ങിയത് കേട്ടത്. പിന്നെ ഓടി വന്ന് ഡാൻസ് കണ്ട് കുത്തി തിരികെ ഒരു സ്ഥലം പിടിച്ച് വീഡിയോ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പഞ്ചാബി ഡാൻസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബൂട്ട്സിലേക്ക് പോയി. അവിടെ പോയിട്ട് എല്ലാ ടെസ്റ്ററും അടിച്ചടിച്ച് നമ്മൾ നോക്കിയത് ഒന്ന് നമ്മൾ വെറുതെ വിടല്ലോ, ഒക്കെ മുതലാക്കണം. അത് കഴിഞ്ഞ് എല്ലാ മേക്കപ്പ് സാധനങ്ങളും നോക്കി അവിടുന്ന് അത്രയും സാധനം നോക്കിയിട്ട് ഒരു ഐലൈനർ മാത്രം വാങ്ങി നമ്മൾ തിരിച്ചു വന്നു ഗൈസ്. പിന്നെ നമ്മൾ മോച്ചക്കടയിലേക്ക് പോയി. മോച്ചയല്ല, മാച്ച. ആ കടയിലേക്ക് പോയി ഓരോന്ന് ഓർഡർ ചെയ്ത്. അത് നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ പോയി നമ്മൾ ലാവൻഡർ ഫ്ലേവർ മാച്ച ട്രൈ ചെയ്തു. അവൾ ലാറ്റയും. പെറ്റ് തല സഹിക്കില്ലാത്ത ടേസ്റ്റായിരുന്നു. എനിക്ക് ഛർദ്ദിക്കാനും വന്നു. ഞങ്ങളത് മേടിച്ചെന്നായിപ്പോയി. അങ്ങനെ പൈസ കുറച്ച് പോയി. കുറച്ച് ജ്വല്ലറി കടയിലേക്ക് കയറി റിലാക്സേഷൻ കൊള്ളാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കുറേ കോസ്മെറ്റിക്സ് ലൈക്ക് നെയിൽ പോളിഷ് നോക്കി എല്ലാ കളറും കയ്യിലടിച്ച് മേക്കപ്പ് സാധനങ്ങൾ അടിച്ച് ഞങ്ങൾ നടന്ന് തിരിച്ചു വന്നു. വിശന്നിട്ട് പിന്നെ ഒരു കടയിൽ കയറി നമ്മളിഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് വായും പുള്ളി ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് നമ്മൾ തിരിച്ചു പോയി.